ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മളിന്ന് ഫ്രൈഡേ അതിനെ കൊണ്ട് മന്തി വെക്കുകയെന്നു. അപ്പോൾ ചിക്കനൊക്കെ കഴുകി സാധാ പോലെ മസാലയൊക്കെ കൂട്ടി ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. സാധാ പോലെ കേട്ടോ, അതിക്ക് ഇഞ്ചി മറ്റതും അങ്ങനത്തെ ഒന്നും ആഡാക്കിയിട്ടില്ല. സാധാ മഞ്ഞളും ഉപ്പും മുളകും ചിക്കൻ കളറൊക്കെ ആഡാക്കിക്കണ്ട അങ്ങനെ പൊരിക്കണം കേട്ടോ. ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്റേഴ്സും ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. ഞങ്ങൾ മൂന്നാളും പാടെ കൂടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെ ആവുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഫസ്റ്റ് ടൈം അതിനെ കൊണ്ട് എന്തൊക്കെ തെറ്റുണ്ടോയെന്നും അറിയില്ല കേട്ടോ. പിന്നെ ആ സമയത്ത് തന്നെ നമ്മൾ മയോണൈസിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു. അതിനെല്ലാവർക്കും അറിയണ പോലെ തന്നെ എഗ്ഗ് വൈറ്റ് എടുക്കുക, വെളുത്തുള്ളി, പിന്നെ അതുപോലെ വിനാഗിരി, എന്നിട്ട് എന്ത് ചെയ്യുക, സൺഫ്ലവർ ഒഴിച്ചിട്ട് മിക്സിയിൽ അടിക്കുക. സാൾട്ട് കേട്ടോ പറയേ ഇങ്ങോട്ട് ഇതിൽ തന്നെ. എന്നിട്ട് എന്ത് ചെയ്യുക, മിക്സിയിൽ നല്ലോണം അടിക്കുക. ഞങ്ങളെ രീതിക്ക് അങ്ങനെ ഉണ്ടാക്കി. നിങ്ങൾക്ക് പുതിയൊരു മെത്തേഡ് അറിയെങ്കിൽ അതെന്ത് ചെയ്യുക, കമൻ്റായി അറിയിക്കട്ടോ. ഓക്കെ. ചിക്കൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് ചിക്കനും. ആദ്യത്തത് കോരിയതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടി പോവില്ലേ. അപ്പം എന്ത് ചെയ്തു, രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അടുപ്പ് കത്തുന്നുണ്ടായില്ല ഗായ്സ്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഓടക്കുഴലെല്ലാം എടുത്തിട്ട് ഊതി 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 കത്തി. ലാസ്റ്റ് അവസാനം നല്ലോണം ശ്വാസം മേപ്പോട്ട് എടുത്തു കേട്ടോ. ചിക്കൻ കണ്ടോ, ഞങ്ങൾ പിടിച്ചോട്ടിക്കൊന്നല്ല. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങൾ ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യണം. അല്ല കേട്ടോ, ചിക്കൻ നമ്മൾ പിടിച്ചോടത്തേക്ക് വരാത്തതിൻ്റെ ആ ഒരു കുഴപ്പമാണ്. പിന്നെ ഞങ്ങൾ മാഗി ക്യൂബ് ഇട്ടിട്ടോ ആ എണ്ണയിൽ തന്നെ. എന്നിട്ട് ഒനിയൻ, വലിയുള്ളില്ലേ, അത് നല്ലോണം കുനുകുന എരിഞ്ഞത്. പിന്നെ ഇപ്പിട്ട മസാലയാണ് കുരുമുളക്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്. ഇത് പേസ്റ്റാക്കി കണ്ട് മിക്സാക്കി കൊടുത്തു. അപ്പോഴേക്കും ഞങ്ങൾ വിറക് കഴിഞ്ഞു. അതിസാഹസികമായി വിറകെടുക്കുന്നത് കാണാൻ നിങ്ങൾ. അടുപ്പ് അടിപൊളിയാട്ടോ. അടുപ്പിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള അടുപ്പിനും കൂടി കൂട്ടിട്ടു. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലോണം ഉടഞ്ഞ ഒരു പരുവത്തിലാവണല്ലേ. പിന്നെ നമ്മൾ മന്തി മസാല ആഡാക്കി കൊടുത്തു കേട്ടോ. അതുമായിട്ട് എന്ത് ചെയ്തു, നന്നായിട്ട് ഇളക്കി. ഫസ്റ്റ് ടൈം അതിനെ കൊണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം കേട്ടോ. വീഡിയോ കാണുന്നവരൊക്കെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് പോകട്ടോ. പിന്നെ ഞങ്ങൾ തക്കാളി ഇട്ട് കൊടുത്തു. ഒരു തക്കാളി മൊത്തത്തിൽ കേട്ടോ. അത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തു. ഇത് നല്ല കുഴമ്പ് പരുവത്തിലാവണം, കാരണം ചിക്കനുമായിട്ട് മിക്സാക്കാനുള്ള മസാലയാണ്. ചിക്കനായിട്ട് മിക്സ് ആക്കി കേട്ടോ. അത് നമുക്ക് ആ ചെമ്പിൽ അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, വേറൊരു വലിയ ചെമ്പൊക്കെ മാറ്റി. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ റൈസ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. മയോണൈസിൻ്റെ പരിപാടി അത്രയും ആക്കിയിട്ട് അവിടെ വെച്ചേക്കായിരുന്നു. പിന്നെ ബാക്കി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മഞ്ഞ കളറ്, ചുവപ്പ് കളറ്, അതിനൊക്കെ വേണ്ടിയിട്ട് കോഴി കളറും അതുപോലെ തന്നെ മഞ്ഞളിലൊക്കെ വെള്ളം കയറിയിട്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അരി വെന്തോന്ന് നോക്കുന്നുണ്ട് കേട്ടോ. വേറി പോയി കഴിഞ്ഞാൽ പിന്നെ ഒട്ടി നിൽക്കുമല്ലോ. അപ്പോൾ ആ ഒരു പരിവാവാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മളെ തൊടുന്ന് കൊടുന്ന പച്ചക്കറികളാട്ടോ.
അപ്പോൾ മയോണൈസിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് അല്ല, ഫുള്ളായിട്ടും കഴിഞ്ഞു. അതിൽ ഉപ്പുണ്ടോ കാര്യമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറച്ച് കമ്മിയായിരുന്നു പുളിയൊക്കെ. അപ്പോൾ ഒന്നുകൂടെ എന്ത് ചെയ്തു, ചുരുക്കിയൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്തു, ഒന്നുകൂടെ അടിച്ചെടുത്തു കേട്ടോ. പിന്നെ അപ്പാക്ക് പിന്നെ പല വകയും ബോട്ടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുന്നേ. അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ട് നന്നാക്കാൻ തോട്ടിക്ക് പോകണം. പക്ഷെ നന്നാക്കി ക്ലീനാക്കി കൊടുക്കുന്ന സാധനമായിരുന്നു കേട്ടോ. അതിനെ കൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ റിസ്ക് ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലേലും ഇപ്പം ഞങ്ങൾക്കൊന്നല്ല അതിൻ്റെ റിസ്ക് വരിക, ഓൽക്കല്ലേ, വീട്ടിൽ തോൽക്കല്ലേ. പിന്നെ അപ്പൊക്കെ അരി വെന്തിട്ടോ, അരി ഊറ്റിയെടുത്തു. ഇനി അത് ദമ്മിടണം കേട്ടോ. അത് ദമ്മിടാൻ അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ. ആ ചിക്കൻ്റെ മുകൾക്ക് എന്ത് ചെയ്തുക, റൈസ് ഇട്ട് കൊടുക്കുക, പിന്നെ കളറാൾ ഒഴിക്കുക, മല്ലിച്ചപ്പും പുതിനയും, പിന്നെ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആണ് ഞങ്ങൾ തട്ടിക്കൂട്ട് മന്തി. എന്ത് ചെയ്യുക, കണ്ടോ, സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ സ്മോക്ക് ഇടും കേട്ടോ, സ്മോക്ക് ഇടുന്നത് ഇതിൽ പെട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞില്ലേ, ഇനി ഞങ്ങൾ കണ്ട പാത്രങ്ങൾ മൊത്തം കഴുകാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊക്കെ കഴുകിക്കണ്ട് പിന്നെ ഇതായിരുന്നു ഫുഡിൻ്റെ ഒരു ഇത്. ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടോ പിന്നെ വീഡിയോ എടുത്തപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി ഞങ്ങൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.